അപ്പോൾ വാസ്തു എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പേടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതാകും എന്നുള്ളതല്ല, അത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു വാസ്തുവിൻ്റെ 50% എന്ന് പറഞ്ഞാൽ ദിശയാണ്, 30% എന്ന് പറഞ്ഞാൽ സ്ഥാനവും ഗ്രഹമതി സൂത്രവും അതുപോലുള്ള കാര്യങ്ങളാണ്, 20% മാത്രമേ അളവുകളുള്ളൂ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന വാസ്തു എന്ന് പറഞ്ഞാൽ അളവുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അളവുകൾ കൃത്യമായി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരേ പ്ലോട്ട് ഒരേപോലത്തെ ഡ്രോയിങ് വരച്ചേക്കണത് 4 പ്ലോട്ടിൽ വെച്ചിട്ട് 4 പേരും വരുന്നത് 4 പേർക്ക് 4 ഇതല്ലേ വരുന്നത്. വാസ്തുദോഷങ്ങൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി വാസ്തു പ്രാക്ടീസ് ചെയ്യുകയും വാസ്തു അഡ്വൈസറായി കൈകാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ശരവൺ എസ് നായർ ABCയിലേക്ക് സ്വാഗതം. താങ്ക് യു. ശരവൺജി, ഈ വാസ്തുപരമായിട്ട് നിരവധി ഡൗട്ട്സാണ് സാധാരണ മലയാളികളുടെ മനസ്സിനകത്തുള്ളത്. അതിൽ വാസ്തു വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ ഒരു വസ്തു മേടിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ആദ്യം എന്ന് പറയുമ്പോഴത്തേക്കും വാസ്തുവിൻ്റെ കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ വാസ്തു എഴുതിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുമെന്നോ അല്ലെങ്കിൽ നമ്മൾ വെട്ടം ഉണ്ടാകുമെന്നോ അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊന്നും മുൻകൂട്ടി കണ്ടിട്ടല്ല എഴുതിയത്. അപ്പോൾ ആ വാസ്തുവിൽ അന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ പതുക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇതായിട്ട് പറഞ്ഞു, അതായത് ഇപ്പം ഒരു പേന കൊണ്ട് ഇത് എഴുതിയ വിജയിക്കും എന്ന് പറഞ്ഞു, ഈ പേന കൊണ്ട് എഴുതിയില്ലെങ്കിൽ നീ തോറ്റു പോകുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ പേന കൊണ്ട് എഴുതും. അപ്പം രണ്ടും വ്യത്യാസം. ശരിക്കും ആ നല്ല പേന ആയതുകൊണ്ട് അത് തിരിച്ചങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേപോലെയാണ് വാസ്തുവിനെ കാണേണ്ടതെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അപ്പോൾ വാസ്തു എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പേടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതാകും എന്നുള്ളതല്ല, അത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പ്ലോട്ട് എടുക്കാൻ നേരത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ദിശയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ദിശ എന്ന് പറയുമ്പോൾ എന്താ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പണ്ട് കാലങ്ങളിൽ TV കണ്ടുകൊണ്ടിരുന്ന എങ്ങനെയായിരുന്നു, ആനിനെ തിരിച്ച് ഒരു പ്രത്യേക പൊസിഷൻ എത്തുമ്പോൾ മാത്രമേ നമുക്ക് TV കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഒരേപോലെയാണ് എല്ലായിടത്തും എനർജി വരുന്നത്, അല്ലെങ്കിൽ ഒരേപോലെയാണ് റേഡിയേഷൻ വരുന്നതെങ്കിൽ ആനിനെ എങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് TV കിട്ടണ്ടല്ലേ. TV ഒരു പ്രത്യേക പൊസിഷനിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഓരോ ദിശയ്ക്കും പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മളൊരു ബോട്ടിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. ബോട്ടിൽ യാത്ര ചെയ്യാൻ നേരത്ത് നമ്മൾ ആ ബോട്ടിൽ യാത്ര ചെയ്യുന്ന നമ്മൾ ചരിഞ്ഞിരുന്നിട്ട് യാത്ര ചെയ്താൽ സംഭവിക്കും, കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. വെച്ചാൽ നമ്മൾ നേരെ ഇരിക്കുന്നതിന് പോലെ നമ്മൾ ചരിഞ്ഞിരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അറിയുന്നില്ലെങ്കിലും ഭൂമി സഞ്ചരിക്കുന്നതനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ സഞ്ചരിക്കുന്ന പോലെ അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദിശയ്ക്ക് അനുകൂലമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതിനാണ് വാസ്തുവിൻ്റെ മെയിനായിട്ടുള്ള ദിശ എന്ന് പറയുന്നതാണ് കൺസെപ്റ്റ്. ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു ഭിത്തി ഇട്ട് വെച്ചു, ആ ഭിത്തിയോട് നമ്മൾ എങ്ങനെയായിരിക്കും കട്ടിലിടുന്നത്, ആ ഭിത്തിയോട് പാരലായിട്ടല്ലിരുന്നത്. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങണം എങ്ങനെയായിരിക്കും, ദിശയ്ക്ക് അനുകൂലമായിരിക്കും. നമ്മൾ ലിവിംഗ് ഹാളിൽ ഇരുന്നിട്ട് ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും, ആ എവിടെയാണ് ഭിത്തി അതിന് പാരലായിട്ടല്ലിരിക്കുന്നത്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാചകം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ആ ഒരു സ്ലാബ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇതായിട്ടില്ല വരുന്നത്. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദിശയ്ക്ക് അനുകൂലമാകാൻ വേണ്ടിയാണ് ദിശയ്ക്കനുസരിച്ച് വാസ്തു ക്രമീകരിക്കണം അല്ലെങ്കിൽ വീട് നിർമ്മിക്കണം എന്ന് പറയുന്നത്. ഒരു പ്ലോട്ട് എടുക്കാൻ നേരത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മഹാദിക്ക് എന്ന് പറയുന്നതാണ്. അപ്പോൾ കിഴക്കാവാം, തെക്കാകാം, പടിഞ്ഞാറാകാം, വടക്കാകാം. അപ്പോൾ ആ ദിശയ്ക്കനുസരിച്ചുള്ള ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കൺസെപ്റ്റ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചരിവുകൾ പറയാൻ, ഇപ്പോൾ കിഴക്കോട്ട് ചരിവ് അല്ലെങ്കിൽ വടക്കോട്ട് ചരിവ് അല്ലെങ്കിൽ വടക്കിഴക്കോട്ട് ചരിവുള്ള ഭൂമികൾ നല്ലതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലോട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്ലോട്ടുകൾ ആ രീതിയിൽ എടുക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്കറിയാം നമുക്ക് ഉദയകിരണങ്ങൾ നമ്മുടെ ഭൂമിയിൽ തട്ടുന്ന ഭൂമിയാണ് നമുക്ക് നല്ലതെന്ന് പറഞ്ഞത്. അപ്പോൾ ഉദിക്കുന്ന എന്ന് വെച്ചാൽ സൂര്യൻ്റെ ഇത് അല്ലെങ്കിൽ ചന്ദ്ര നക്ഷത്രം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ കൊണ്ട് നമുക്ക് ചായ്വ് ഉണ്ടെങ്കിൽ നമുക്ക് നിഴലിൻ്റെ അളവ് കുറവായിരിക്കും. ഇപ്പം നമ്മൾ കിഴക്കോട്ടോ വടക്കോട്ടോ ചരിഞ്ഞ ഭൂമിയാണെങ്കിൽ നിഴലിൻ്റെ അളവ് കുറവായിരിക്കും, കൂടുതൽ എനർജി നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അത് കിണർ വെക്കുന്ന എവിടെയായിരിക്കും, വടക്കിഴക്ക് വശത്തായിരിക്കും. അപ്പോൾ നമ്മൾ തെക്കും പടിഞ്ഞാറും ഉയർന്നിട്ട് വടക്കോട്ടോ കിഴക്കോട്ടോ ചായവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഴവെള്ളം വരുന്നത് എവിടെയായിരിക്കും വരുന്നത്, മഴവെള്ളം നേരെ വരുന്നത് നമ്മുടെ കിണറിൻ്റെ അടുത്തേക്കായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഈ രീതി ചെയ്യുന്നതാണ് കിട്ടുന്നതാണെങ്കിൽ, ഇല്ലെങ്കിൽ ദിശ കൃത്യമാക്കിയിട്ട് ആ പ്ലോട്ടിൻ്റെ അകത്ത് ഇതേപോലെ വാസ്തുമണ്ഡലമൊക്കെ ക്രമീകരിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ വാസ്തു നോക്കുന്നതിനകത്ത് ഓരോ കൺസൾട്ടൻറ്റും ഓരോ രീതിയിലാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്. ഇപ്പം സാധാരണയുള്ള പ്രിൻസിപ്പിളിനും പുറമെ ചിലൊരു കസ്റ്റമൈസ്ഡ് പ്രിൻസിപ്പിൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ മഹാദിക്ക് നോക്കി അല്ലെങ്കിൽ ഭൂമിയുടെ ചരിവ് നോക്കി. അപ്പോൾ പണ്ട് കാലങ്ങളിൽ പറയും ചരിഞ്ഞ ഭൂമി മേടിക്കരുതെന്ന്. പക്ഷെ ഇപ്പോൾ അത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അതിന് എന്താ ഒരു സൊല്യൂഷൻ? ചരിഞ്ഞ ഭൂമി എന്നല്ല, നമ്മുടെ മഴവെള്ളം വരുമ്പോഴത്തേക്കും ചരിഞ്ഞ ഭൂമി എന്നല്ല, അല്ല നമ്മൾ ഇങ്ങനെ ചരിഞ്ഞ ഭൂമി എന്നല്ല അല്ല അർത്ഥം. ഒരു മഴവെള്ളം വന്നു കഴിഞ്ഞാൽ മഴവെള്ളം വന്ന് പോകാനുള്ള അത്രയും ചരിവ് ഉദ്ദേശിക്കുള്ളൂ. അതിന് കൂടുതൽ ഇപ്പോൾ ഒരു വലിയ മലയുടെ സൈഡ് വന്ന് നമ്മൾ ഇരിക്കുമ്പോൾ എന്തായിരിക്കും അവിടെ നിന്നുള്ള സൂര്യപ്രകാശം ഒന്നും കിട്ടാത്തതുകൊണ്ട് ഉണ്ടാകുന്നു. അതാണ് തന്നെ.
പിന്നെ വാസ്തു എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ള പ്രശ്നം ഇപ്പം തന്നെ നമുക്കറിയാം ഒരു കോൽ 72 സെൻറ്റിമീറ്റർ എന്നുള്ള അളവിലെടുക്കുന്നുണ്ട്, പ്രാദേശികമായിട്ട് മാറ്റിയും കാര്യങ്ങളെടുത്ത് പല രീതിയിലും പല ആചാര്യന്മാരും പല രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്നതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിറ്റിയുടെ ആവശ്യവും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ട്. യൂണിറ്റിയെ പറ്റിക്ക് ഞാൻ പിന്നീട് പറയാം. കാരണം യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി സ്ഥാപിക്കും. ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആളുകൾ, വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളുകൾ, എഞ്ചിനീയർ, ആർക്കിടെക്ട് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. അതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് പറയുമ്പോൾ ഒരു ക്വസ്റ്റിന് വെച്ച് കഴിഞ്ഞാൽ 10 ആൻസർ പറയുന്നവരായിട്ട് ഒരു ക്വസ്റ്റിന് വെച്ച് കഴിഞ്ഞാൽ ആര് ചോദിച്ചാലും എല്ലാവരും ഒരേപോലെ ആൻസർ വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിസ്കഷൻ ഉണ്ടാവും, അതിനകത്ത് കൃത്യമായിട്ട് പറയും, അതിനെ പറ്റി ഡിസ്കഷൻ ചെയ്ത് എല്ലാവരും അതിനകത്ത് നമ്മൾ സയൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഇതിന് പറയുന്നത് എന്താണ് സയൻസ് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ പറയുന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഓരോരുത്തരും മാറ്റം എന്ന് പറഞ്ഞാൽ അവർ പഠിച്ച ഗുരുനാഥൻ്റെ അല്ല അവർക്ക് മനസ്സിലാകാം. ഇപ്പം ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥന്മാരുടെ കൂടെ പഠിച്ചതിനുണ്ട്, ഞാൻ കണ്ട വീഡിയോകൾ കണ്ടിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട്, കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ അതേപോലെ ഓരോ ആചാര്യന്മാരുടെയും ഓരോ രീതിയുണ്ട്. ബേസ് ആയിട്ടുള്ളതെല്ലാം സെയിം ആയിട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥാനവും കാര്യങ്ങളൊക്കെ കൃത്യമാണ്. പിന്നെ ഈ അളവുകളും അതുപോലുള്ള ചെറിയ പോയിന്റുകൾ മാത്രമേ എല്ലാവരും യോജിച്ച് പോകുന്നില്ല എന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. ഈ വാസ്തു എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പം വീട് ഒരാളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഇവൻസുകളിലൊന്നാണ് അയാളുടെ വീട് മേടിക്കുക എന്ന് പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ നമുക്ക് വീട് വന്ന് ചേരാം. ഈ പറയുന്ന ശനിദോഷ സമയങ്ങളിൽ ഇപ്പോൾ 7.5 ശനി മാറിപ്പോകുന്ന സമയങ്ങളിൽ നല്ലത് തന്നിട്ട് പോകുമെന്ന് പറഞ്ഞ പോലെ അറിയാതെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വീട് വരാം. ഫിനാൻഷ്യലി സൗണ്ടുള്ളവർ പ്ലാൻഡായിട്ട് വീട്ടിലേക്ക് പോകും. ഇങ്ങനെ പോകുന്ന സമയത്ത് വാസ്തുവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർ ഡെഫിനറ്റ്ലി വാസ്തു നോക്കിയായിരിക്കും മുന്നോട്ട് പോവുക. അല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന്. അതിൽ സ്യൂഡോ സയൻസ് എന്നാണ് വാസ്തുവിനെ അഡമൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നവരോട് ഇപ്പോൾ ശരൺജിക്ക് പറയാൻ എന്താ ഉള്ളത്? ഇപ്പം ഞാനൊരു കാര്യം പറയും. ഇപ്പോൾ നമ്മൾ മദ്യം വിഷമാണ്, അതിൽ സിഗരറ്റ് എന്ന് പറയുന്നത് മോശമാണ്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ഉണ്ടാവും. പക്ഷേ വാസ്തുപ്രകാരം വീട് വെച്ചിട്ട് ആരും നശിച്ചിട്ടില്ല. തീർച്ചയായിട്ടും വാസ്തുപ്രകാരം വീട് വെച്ച് നശിച്ചു പോകുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ വീട് വെക്കാൻ തുടങ്ങുമെന്ന് വെച്ചു, ശരിക്കും വാസ്തു കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ ഒരു വീട് വെക്കാൻ തുടങ്ങുന്ന സമയത്താണ് കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അകത്ത് വല്ല എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. അതല്ലാതെ ഇടയ്ക്ക് വന്നിട്ട് വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളെ കൊണ്ടുവന്നിട്ട് എക്സ്റ്റൻഷനും അല്ലെ കറക്ഷനും എന്ന് പറഞ്ഞ് ഇടിച്ചു പൊളിക്കുന്നതിൻ്റെ ഒത്തും അർത്ഥമില്ല. ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതും വെച്ച് ഒരു വാസ്തുവിൻ്റെ 50% എന്ന് പറഞ്ഞ ദിശയാണ്, 30% എന്ന് പറഞ്ഞാൽ സ്ഥാനവും ഗ്രഹമതി സൂത്രവും അതുപോലുള്ള കാര്യങ്ങളാണ്. 20% മാത്രമേ അളവുകളുള്ളൂ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന വാസ്തു എന്ന് പറഞ്ഞാൽ അളവുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അളവുകൾ കൃത്യമായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരേ പ്ലോട്ട് ഒരേപോലത്തെ ഡ്രോയിങ് വരച്ചേക്കണത് 4 പ്ലോട്ടിൽ വെച്ചിട്ട് 4 പേരും വരുന്നത് 4 പേർക്ക് 4 ഇതല്ലേ വരുന്നത്. അപ്പോൾ അതേ അളവ് വെച്ച് ആർക്കിടെക്റ്റിന് പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ 4 പ്ലോട്ടിൽ വെച്ച് 4 രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 20% മാത്രമേ ഈ അളവുകൾ എന്ന് പറയുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ദർശനം എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ദർശനം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ ചില ആളുകൾ പറയും ഇപ്പം കിഴക്കോട്ടാണ് അല്ലെങ്കിൽ വടക്കോട്ടാണെന്ന് പറഞ്ഞിട്ട് ആ ഡോറ് മാത്രം എടുത്ത് കിഴക്കോട്ട് വെച്ചിട്ട് ഇത് കിഴക്കോട്ട് ദർശനം എന്ന് പറയും. ശരിക്കും അങ്ങനെയല്ല ദർശനം എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ്. ദർശനം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട റോഡ്, തോട്, പുഴ തുടങ്ങിയവ ഏതാണ് ആ വീടിനെ സ്വാധീനിക്കുന്നത് അതിനനുസരിച്ച് വേണം ദർശനം കൽപ്പിക്കുക എന്ന് വെച്ചാൽ. എൻ്റെ അർത്ഥം വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് നന്നായിട്ട് വായുസഞ്ചാരം കയറി വരണം. അപ്പോൾ ആ വായുസഞ്ചാരം കയറി വരുന്ന തെക്കുവശത്താണ് വരുന്നതെങ്കിൽ നമ്മൾ കിഴക്കൊണ്ട് ഒരു ഡോറ് കൊടുത്തിട്ട് നമ്മുടെ ദർശനം കിഴക്കാണെന്ന് പറഞ്ഞാൽ അത് അർത്ഥമില്ല. ദർശനം തെക്ക് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് വായുസഞ്ചാരം കയറി വന്നിട്ട് ആ വായുസഞ്ചാരം ബാക്കിയുള്ള മുറികളിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ നിശ്വാസവായു നമ്മൾ തന്നെ അവിടെ കെട്ടിക്കിടക്കും. നമ്മൾ അത് തന്നെ ചിഹ്നം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് സംഭവിക്കും? ഒരു നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ വാസ്തു എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ കാണേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സ്യൂഡോ സയൻസ് അല്ല എന്നുള്ളതാണ് ശരൺജി പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പോൾ ഈ സ്യൂഡോ സയൻസ് എന്ന് പറയുന്നവർക്ക് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. അതായത് താങ്കൾ പറഞ്ഞ പോലെ വാസ്തുപരമായി ചെയ്യുന്ന വീടുകൾ ഒരിക്കലും മോശമാവാറില്ല. പക്ഷേ ഈ പൊളിപ്പിക്കൽ, അതായത് 2 ഫിയർ ഫാക്ടേഴ്സാണ്, 2 ഫിലോസഫിയാണ്. ഒന്ന് ഫിയർ ഫാക്ടേഴ്സ്, ഒന്ന് ഹോപ്പ് ജനറേഷൻ. ഫിയർ ഫാക്ടേഴ്സിലാണ് ആൾക്കാർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതിൽ നിൽക്കുന്ന വാസ്തു അഡ്വൈസർ ഫിയർ ഫാക്ടേഴ്സ് കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ അറിയാതെ വീട് വച്ചു, അറിയാതെ എന്ന് പറയുന്നത് വാസ്തു നോക്കാതെയോ അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞുപോയ സമയങ്ങളിൽ ബിസി ഷെഡ്യൂൾ കൊണ്ടോ ഞാൻ അറിയാതെ ഒരു വീട് വച്ചുകയോ വാങ്ങിക്കുകയോ ചെയ്തു, വാസ്തു നോക്കിയിട്ടില്ല. പൊളിപ്പിക്കൽ ഒരു ഫിയർ ഫാക്ടേഴ്സ് ഉള്ള വാസ്തു കൺസൾട്ടിനെ സംബന്ധിച്ച് ഈസിയാണ്. എന്നെ സംബന്ധിച്ച് പൊളിക്കാൻ ബഡ്ജറ്റ് ഇല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞ് ഞാൻ ആദ്യമേ പറഞ്ഞില്ല വാസ്തു നോക്കേണ്ട എപ്പോഴാണെന്നുള്ളത്.
അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വാസ്തു ചെയ്ത് വരുമ്പോൾ ഒരു കേസ് വരുന്നല്ലോ, അതിനകത്ത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത വേദം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തിളപ്പിച്ച വെള്ളം നല്ലതാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ആറ്റിലെ വെള്ളമുണ്ട്, പിന്നെ വിഷം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല, അത് മരിച്ചു പോകും. അപ്പോൾ വേദം എന്ന് പറയുന്ന സാധനങ്ങൾ വാസ്തുവിൽ ഏതൊക്കെയാണോ അത് മാത്രം നോക്കിയിട്ട് അത് മാത്രം ചെയ്യാൻ. അതിപ്പോൾ ഒരു അധമക്കണക്കാണെങ്കിൽ അധമക്കണക്ക് ഉത്തമക്കണക്കാക്കാനോ അല്ലെങ്കിൽ അതിനകത്തൊന്നും പോകേണ്ടതല്ല. അതിനകത്ത് മരണം എന്ന ശ്രേണിയിൽ ഒരു അളവ് കൊണ്ടുണ്ടെങ്കിൽ അത് മാത്രം മാറ്റുക. അപ്പം അല്ലാതെ ഒരു അധമക്കണക്കാണെങ്കിൽ അത് ഉത്തമക്കണക്കാക്കാൻ വേണ്ടി പൊളിക്കുന്നതിനകത്തോ അതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്തോ അർത്ഥമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അടുക്കളയുടെ സ്ഥാനം ഇപ്പോൾ തെറ്റിപ്പോയെന്ന് വെച്ചു. അപ്പോൾ അടുക്കള സ്ഥാനം തെറ്റിപ്പോയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അടുക്കള മുഴുവനായിട്ട് മാറ്റാൻ പറ്റില്ലെങ്കിൽ അടുക്കള എന്ന പാചകം എന്ന കർമ്മം നിർവഹിക്കുന്നത്, അത് ഗ്യാസ് ആണെങ്കിലും ഇൻഡക്ഷൻ ആണെങ്കിലും അടുപ്പാണെങ്കിലും അത് അടുക്കള ആ പാചകം എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് ബാക്കിയുള്ള നമ്മൾ പാത്രം കഴുകുന്നതോ അല്ല അതുപോലുള്ള കാര്യങ്ങളോ അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് മൊത്തം പൊളിക്കാൻ സാമ്പത്തികം ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ചിലയിടത്ത് അടുക്കള വന്നു കഴിഞ്ഞാൽ ഇന്ന അസുഖം ഉണ്ടാകും എന്നൊക്കെ പറയും. ശരിക്കും അവിടെ അങ്ങനെ അസുഖം വരുന്ന വെച്ചുകൊണ്ടല്ല അസുഖം ഉണ്ടാകുന്നത്. അസുഖം ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് സൂര്യൻ്റെ എനർജി വേണം, വിറ്റാമിൻ ഡി ഉൾപ്പെടെയുള്ള നമുക്ക് കിട്ടണം, സൂര്യപ്രകാശം നമുക്ക് കിട്ടണം, കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത ബാക്ടീരിയകൾ നശിച്ചു പോകണം. അപ്പോൾ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം നമുക്ക് ഭക്ഷണത്തിൽ കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണുള്ള ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് അസുഖം ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ അടുക്കള കൊണ്ട് അവിടെ കൊണ്ട് വെച്ചത് കൊണ്ടല്ല, തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെല്ലാവരും പറഞ്ഞാൽ അടുക്കള അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അസുഖം വന്ന്, ശരിക്കും അവിടെ കൊണ്ട് അടുക്കള വെച്ചുകൊണ്ടല്ല, നമുക്ക് കിട്ടേണ്ട എനർജി നമുക്ക് കിട്ടാതെ വരികയും ആ കിട്ടാത്ത എനർജി കൊണ്ടുള്ള ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് അസുഖം കൊണ്ട്. ആ രീതിയിൽ വേണം വാസ്തുവിനെ കാണാൻ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തായാലും സന്തോഷം സരൺജി. കാരണം ഈ പറയുന്ന വാസ്തു നോക്കുകയും പ്രോപ്പറായിട്ട് മഹാദിക്ക് കാണുകയും ദർശനം കറക്റ്റായിട്ടിരിക്കുകയും വെന്റിലേഷൻസും ബാക്കിയുള്ളതെല്ലാം വന്ന് ഒരു എനർജി ലെവൽ ബാലൻസ് ചെയ്ത് പോട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. സന്തോഷം, നന്ദി, നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക, വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.